السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: إنما بعثت لأتمم مكارم الأخلاق. صدق رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. إني إذا مسني ضيم يروعني أقول يا سيد السادات يا سندي. أقول يا سيد السادات يا سندي. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ സഹോദരന്മാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495 ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സന്തോഷ നിമിഷത്തിലാണ് നാം ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ ഉസ്താദമാർക്കും മാതാപിതാക്കൾക്കും നാം പറയുന്ന നല്ല കാര്യങ്ങളുടെ മിസ്ല തവാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് എല്ലാവരുടെയും സന്തോഷമാണ്. ഈ ലോകത്തിൻ്റെയും അതിലുള്ള കോടാനക്കോടി ചരാചരങ്ങളുടെയും സന്തോഷമാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്: വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ആലമിന് റഹ്മത്തായിട്ടാണ് നബിയെ അങ്ങയെ അയച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആലമിന് റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം: അന മിൻ നൂരില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്നുള്ളതാണ്. വ കുല്ലു ശൈഇൻ മിൻ നൂരിഹി, എല്ലാ വസ്തുക്കളും എൻ്റെ പ്രകാശത്തിൽ നിന്നുമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുമ്പോൾ ഞാനും നിങ്ങളും ഭാര്യമാരും മക്കളും നമ്മുടെ ബസ്സും കാറും ലോറിയും കൃഷിയും എന്നു വേണ്ട നമ്മുടെ സർവശവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് റസൂലിന്റെ പ്രകാശത്തിൽ നിന്നാണെന്ന് വരും. റസൂലിന്റെ പ്രകാശമോ അത് ഏകനായ റബ്ബുൽ ഇസ്സത്തിൽ നിന്നും. അപ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ ഖാലിഖായ റബ്ബിനോടുള്ള ബന്ധം വിളക്കി ചേർക്കുന്ന ഒരു കണ്ണിയാണ് നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഖാലിഖായ റബ്ബിനോടുള്ള ബന്ധം വിളക്കി ചേർക്കുന്ന ഒരു കണ്ണിയാണ് നമ്മുടെ ഹബീബായ നബി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എന്തൊക്കെ സന്തോഷവും ആനന്ദവും ഉണ്ടോ അതൊക്കെ റസൂലിലേക്ക് ചെന്ന് മുട്ടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഫോട്ടോ, ഒരു ചിത്രമോ ഒരു ചിത്രീകരണമോ കൂടാതെ 1400 വർഷമായിട്ടും കോടിക്കണക്കിന് മുസൽമാന്റെ ഹൃദയാന്തരങ്ങളിൽ നിത്യവസന്തമായി മദീന വെള്ളക്കൊട്ടാരത്തിന്റെ മണവാളൻ മുസൽമാന്റെ മനതാരിൽ കുടിയിരിക്കുന്നത്. സഹോദര, സൗന്ദര്യത്തിന്റെ പേരിലോ സ്വഭാവ മഹിമയുടെ പേരിലോ നാം ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് അർഹതപ്പെട്ടത് സമ്പൂർണ്ണ സ്വഭാവത്തിന്റെ ഉടമയായ നമ്മുടെ നബിയാണ്. നബി തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, അയക്കപ്പെട്ടത് തന്നെ പരിപൂർണമായ സമ്പൂർണമായ സൽസ്വഭാവത്തിന്റെ മേലിലാണ്. പ്രിയപ്പെട്ടവരെ, ആ തിരുപിറവിയെ കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തെ, ഈ മാസത്തെ, അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തെ, അതല്ലെങ്കിൽ മദീനയെ നാം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നത് നബിയോടുള്ള ചരിത്രം ചുറ്റിപ്പറ്റി ഉള്ളതുകൊണ്ടാണ്. ഈ മാസത്തെയും അതുപോലെ തന്നെ ഈ ദിവസത്തെയും, തിങ്കളാഴ്ച ദിവസത്തെയും മദീനയെയും നാം സ്നേഹിക്കുന്നുവെങ്കിൽ, ബഹുമാനിക്കുന്നുവെങ്കിൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം ഉറങ്ങുന്നതുകൊണ്ടാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിൽ സന്തോഷിക്കുന്നത്, ആ ദിവസത്തിൽ ആഹ്ലാദിക്കുന്നത് മുസൽമാന് മാത്രമല്ല, ആ മുസ്ലിമിന് വരെ പുണ്യം കിട്ടുന്ന കാര്യമാണ്. അതാണ് അബൂലഹബിന്റെ ചരിത്രത്തിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അറിയാമല്ലോ, സൂഫി ചക്രവാളത്തിലെ സൂര്യ തേജസ് മഹാനായ ഹസ്സൻ ബസ്രി പറയുകയാണ്, ലൗ കാന ലീ മിസ്ല ജബലി ഉഹ്ദിൻ ദഹബാ വദിത്തു ലൗ കാന ലീ മിസ്ല ജബലിൻ ഉഹ്ദിൻ ദഹബാ ഫഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ഉഹദ് മലയോളം സ്വത്തുണ്ടായിരുന്നുവെങ്കിൽ, സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ, ഫഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുന്നതിന് വേണ്ടി അത് മുഴുവനും ഞാൻ ചെലവാക്കുമായിരുന്നു. നിങ്ങൾക്കറിയുമോ, 7.5 കിലോമീറ്ററുകളോളം പരന്ന് നീണ്ടു കിടക്കുന്ന ഉഹദ് മല, ആ മലയോളം സ്വർണം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഹബീബിന്റെ പേരിൽ മൗലിദ് പാരായണത്തിന് ചിലവാക്കുമെന്ന് മാത്രമല്ല, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 4 ഖലീഫമാരും പറഞ്ഞതായി കാണാം. അന്നിഅമത്തുൽ കുബ്ര അലൽ ആലം എന്ന കിതാബിൽ കാണാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുകയാണ്, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേരിലെ മൗലിദ് പാരായണത്തിന് വേണ്ടി 1 ദിർഹം ചെലവഴിച്ചാൽ, കാന റഫീഖി ഫിൽ ജന്ന, അവൻ സുഖലോക സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ്. 2ാം ഖലീഫ ഉമർ തങ്ങൾ പറയുകയാണ്, മൻ അള്ളമ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഹയൽ ഇസ്ലാം. ആരെങ്കിലും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫഖദ് അഹയൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചവനെ പോലെയാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ അഹ്യാ റബീഅൽ ഖൽബി ശഹ്റുൽ മൗലിദി
കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. മനസ്സിന്റെ വസന്തത്തിനെ അഹ്യാ സജീവമാക്കുന്നു ഷഹ്റുൽ മൗലിദി. മൗലിദിന്റെ മാസം കുല്ലൽ അനാമി, എല്ലാ മനുഷ്യരെയും അവരുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്നു. ബിദിക്രി മൗലിദി അഹ്മദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിനെ ഓർക്കൽ കൊണ്ട്. മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകഅന്നമാ ശഹിദ അസ്വത ബദ്രിൻ വഹുനൈൻ. ആരെങ്കിലും ഒരു ദിർഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന് വേണ്ടി മൗലിദ് പാരായണത്തിന്റെ മേലിൽ ചെലവഴിച്ചാൽ അവൻ ബദറിലും ഹുനൈനിലും യുദ്ധത്തിൽ പങ്കെടുത്തവനെ പോലെയാണ്. നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ അല്ലമ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ തഅലീം ചെയ്താൽ വകാന സബബൻ ലിഖിറാത്തിൻ, മൗലിദിനെ ഓതുന്നതിന് അവൻ കാരണമായാൽ ലാ യഖ്റുജു മിനദ് ദുനിയാ, അവൻ ഈ പ്രപഞ്ചത്തിൽ നിന്നും പുറപ്പെടുകയില്ല, അവൻ മരിച്ചു പോകുകയില്ല. ഇല്ലാ ബിൽ ഈമാൻ, ഈമാനോട് കൂടിയല്ലാതെ അവൻ മരിച്ചു പോകുകയില്ല. ഓ യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, ചോദ്യം കൂടാതെ അവൻ സുഖലോക സ്വർഗത്തിൽ കടക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിലും വീടുകളിലും നാം മൗലിദ് ഓതണം. നാം സംസാരത്തിൽ മാത്രം പോരാ, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാണ്. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ഖർഖും വബായിവ മുഴുവനും നീങ്ങുന്നതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിലും തുടർന്നുള്ള മാസത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിനെ പാടുകയും പറയുകയും ചെയ്യൽ നമുക്ക് അനിവാര്യമാണ്. അതിനാൽ നബിയോടുള്ള മഹബ്ബത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ബറക്കത്തിന് വേണ്ടി ഒരു ചെറിയ ചരിത്രം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ സുയൂത്തി ഇമാം താരിഖുൽ ഖുലഫായിൽ വിശദീകരിക്കുന്നു, ഒരു ദിവസം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉഹുദ് പർവ്വതത്തിന്റെ അടിയിൽ താഴ്വരയിൽ നട്ടുച്ച സമയത്തതാ ഇരിക്കുകയാണ്. ഇരിക്കുക മാത്രമല്ല, ഏങ്ങി ഏങ്ങി കരയുകയാണ്. ആ സമയത്തതാ താഴ്വരയിലൂടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് നടന്നു വരികയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. എന്തിനാണ് അബൂബക്കർ എന്നവരെ നിങ്ങൾ കരയുന്നത്, എന്തിനാണ്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമറേ, ഞാൻ ഇന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ജല്ല ജലാലായ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എനിക്ക് സ്വാലിഹായ അമലുകളിൽ ഉല്ല ഉമറേ, എനിക്ക് സ്വാലിഹായ അമലുകൾ ഇല്ല. ഞാൻ അതാ ഓർത്തുകൊണ്ട് കരയുകയാണ്. ഇതങ്ങ് കേട്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, എന്നാൽ അബൂബക്കറേ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നിങ്ങൾക്ക് നൽകാം. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നിങ്ങൾക്ക് നൽകാം. പക്ഷേ എനിക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരൊറ്റ ദിവസത്തെ അമല് മതി അബൂബക്കറേ. എങ്ങനെ? എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത എല്ലാ സ്വാലിഹായ അമലുകളും നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം നിങ്ങൾ ചെയ്ത അമല് എനിക്ക് തരുമോ? ഏതാണ് ആ ദിവസം?
ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സൗർ ഗുഹയിൽ പ്രവേശിച്ച് സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തല വെച്ച് അന്ത്യപ്രവാചകൻ നിദ്രയിൽ പ്രാപിച്ച് ചന്ദ്രവാദനം കണ്ട് അബൂബക്കർ പുഞ്ചിരി തൂകുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിൽ പോയിരുന്ന ദിവസമില്ലേ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് റസൂലേ, ഞാൻ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കടക്കരുതേ എന്ന് പറഞ്ഞ് ആ ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ്, നിങ്ങളുടെ ആ ഒരൊറ്റ ദിവസത്തെ അമൽ എനിക്ക് നൽകുമോ? നിങ്ങളെ ശരീരത്തിലിട്ട മുഴുവൻ വസ്ത്രങ്ങളും ചീന്തിക്കൊണ്ട് ഗുഹയുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ദ്വാരങ്ങൾ നിങ്ങൾ അടച്ചു കളഞ്ഞില്ലേ? ഹബീബായ റസൂലുള്ള നിങ്ങളെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയല്ലേ? പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, പോതും പഴുതുമടക്കുന്നു, പഴുതം നടക്കുവാൻ ശീലത്തുണ്ടില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു. മുത്ത് റസൂലുള്ളാഹ് സുഖമായുറങ്ങുന്നു, മുഖം കണ്ട് സിദ്ദീഖ് സന്തുഷ്ടനാകുന്നു. മൂർഖൻ പാമ്പൊന്നുടൻ കാലിൽ കാടിക്കുന്നു, മൂർജിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല, സിദ്ദീഖിന്റെ വേദന മാറുന്നില്ല. പൊട്ടി ഒഴുകിയ കണ്ണുനീർ തുള്ളികൾ പെട്ടന് മുത്ത് റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടി ഉണർന്നൊന്ന് നോക്കുന്നേ. എന്താ സിദ്ദീഖോരേ നിങ്ങൾ കരയുന്നു? എൻ്റെ മനതാറിൽ വേദന തിങ്ങുന്നു. എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമനീർ പൂരട്ടി നബി സിദ്ദീഖിന്റെ ഉഗ്രവിഷം ഇറക്കി. ആകപ്പാടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹൻ ഏകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിച്ച ആ ഒരൊറ്റ ദിവസത്തെ അമൽ എനിക്ക് തരുമോ അബൂബക്കറേ? ഇതങ്ങ് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സ്ഥലത്തിൽ നിന്ന് എണീറ്റിട്ട് പറഞ്ഞു, ഉമറേ, നാളെ മഹ്ശറയിൽ എന്റെയും പ്രതീക്ഷ ഈ സ്നേഹത്തിൽ ചാരിച്ച ഹബീബിനോടുള്ള ഇഷ്കിൽ ഞാൻ ജീവിച്ച ആ ഒരൊറ്റ ദിവസത്തെ അമലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എണീറ്റ് പോയി. ഇതിൽ നിന്ന് ആ ചരിത്രത്തിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? ഹബീബായ റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് വെച്ചാൽ, പ്രിയം വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് നമ്മുടെ യഖ്ദത്തിലോ മരണത്തിന്റെ സമയത്തോ അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹിന്റെ പൂവദനം കണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈമാൻ സലാമത്തായി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ ആഫത്തും മുസീബത്തിൽ നിന്നും അല്ലാഹു തആല നമ്മെ സലാമത്താക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും പഠിക്കുന്ന അവസരത്തിലും ഈ സമയത്തും ഭക്ഷണവും വസ്ത്രവും കിതാബും നൽകി സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ ലോകത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്ന് അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ
الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. صلى الله على